നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയ വിധി സംസ്ഥാന രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. എന്നാൽ നിയമപരമായ ചർച്ചകൾക്കപ്പുറം ഈ വിധി UDF നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സൃഷ്ടിച്ച ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളുമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. UDF കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശ് ദിലീപിന് അനുകൂലമായി നടത്തിയ ആദ്യ പ്രതികരണവും തുടർന്നുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന്റെ ടേണും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ പാർട്ടിക്കുള്ളിലെ ഐക്യത്തിന്റെയും ചോദ്യചിഹ്നമായി മാറി. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് ഒരു സ്ത്രീയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട നിർണായക വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ സ്വീകരിച്ച പരസ്പരവിരുദ്ധമായ നിലപാടുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. കോടതി വിധി വന്ന ഉടൻ തന്നെ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു. ദിലീപിന് നീതി ലഭിച്ചുവെന്നും വ്യക്തിപരമായ അടുപ്പം കാരണം ഈ വിധിയിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞത് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന പൊതുബോധത്തെയും പാർട്ടിയെയും ഞെട്ടിച്ചു. ദിലീപുമായി വളരെ കാലമായി അടുത്ത ബന്ധമുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അടൂർ പ്രകാശ് കേവലം സൗഹൃദത്തിന്റെ പേരിൽ അതിജീവിതയുടെ നീതിയെക്കുറിച്ചുള്ള ആശങ്കകളെ തള്ളിക്കളഞ്ഞു. കോടതി വിധി വന്ന ശേഷം സർക്കാർ അപ്പീൽ പോകാനുള്ള സാധ്യതയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സർക്കാരിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലുമായി പോകുന്നതെന്നും സംസ്ഥാനം ഭരിക്കുന്നത് എന്ത് കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന സർക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വിമർശനം സർക്കാരിനെതിരെ വിഷയത്തിൽ ആയുധമാക്കാൻ അവസരം ലഭിച്ചിട്ടും കോൺഗ്രസിന് അവസരം നഷ്ടപ്പെടുത്തി. അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവന ഒരു പൊതുവേദിയിൽ ഒരു പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദകളെയും ധാർമ്മിക നിലപാടുകളെയും ലംഘിക്കുന്നതായി വിലയിരുത്തപ്പെട്ടു. അടൂർ പ്രകാശിന്റെ പ്രസ്താവന പുറത്തു വന്ന ഉടൻ തന്നെ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലായി. അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്ന പൊതുസമൂഹത്തിന്റെ വികാരത്തിന് വിരുദ്ധമായ ഒരു നിലപാട് പാർട്ടിക്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടൂർ പ്രകാശിന്റെ നിലപാട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമാണ്. അടൂർ പ്രകാശിന്റെ പ്രസ്താവന വ്യക്തിപരം മാത്രമാണ്. KPCC അത് അംഗീകരിക്കുന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. സർക്കാർ ഉടൻ അപ്പീൽ പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടു. കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമല്ല, അതിജീവിതയ്ക്കൊപ്പമാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പാർട്ടിക്ക് വിഷയത്തിൽ വ്യക്തമായ ധാർമ്മിക നിലപാടുണ്ടെന്നും ഉറപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിധി ആശ്വാസകരമാണെന്ന് അഭിപ്രായപ്പെട്ടെങ്കിലും അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹവുമായി സംസാരിക്കുമെന്നും അറിയിച്ചത് വിഷയം കൈകാര്യം ചെയ്യുന്നതിലെ ജാഗ്രത കുറവും ആശയവിനിമയത്തിലെ പാളിച്ചയും സൂചിപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ എന്നും അതിജീവിതയ്ക്ക് അചഞ്ചലമായി പിന്തുണ നൽകിയ നേതാവായിരുന്നു അന്തരിച്ച PT തോമസ്. PT-യുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി മുതിർന്ന നേതാവ് പ്രതികരിച്ചത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വൈകാരിക പ്രതികരണമുണ്ടാക്കി. PT-യുടെ പത്നിയും MLA-മായ ഉമാ തോമസ് നടത്തിയ വൈകാരികമായ പ്രതികരണം ഈ പൈതൃകത്തിന് അടിവരയിട്ടു. PT-യുടെ ആത്മാവ് ഇന്നീ വിധിയിൽ തൃപ്തികരമാകുമോ? ഒരിക്കലുമില്ല. കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രം. ഈ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. മുതിർന്ന നേതാക്കളായ MM ഹസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, മുരളീധരൻ എന്നിവർ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞെങ്കിലും ഓരോരുത്തരുടെയും സമീപനം വ്യത്യസ്തമായിരുന്നു. കേസിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും ഇതൊരു വ്യക്തിപരമായ കേസാണെന്നുമുള്ള മുരളീധരന്റെ അഭിപ്രായം വിഷയത്തിന്മേലുള്ള രാഷ്ട്രീയ ശ്രദ്ധ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന തോന്നലുണ്ടെങ്കിൽ അപ്പീൽ പോകാമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രശ്നത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമായിരുന്നു. നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയ സ്ഥിതിക്ക് എല്ലാവർക്കും എല്ലാ വിധിയിലും പൂർണ്ണ തൃപ്തി ഉണ്ടാകില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പാർട്ടി നേതൃത്വത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും വിമർശനം ശക്തമായതോടെ അടൂർ പ്രകാശിന് നിലപാട് മാറ്റേണ്ടി വന്നു. തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചതാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതെന്നാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത് മുഴുവൻ സംപ്രേഷണം ചെയ്യാതെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ചതിനാലാണ് പ്രശ്നം ഉണ്ടായതെന്നും അദ്ദേഹം ന്യായീകരിച്ചു. ഞാൻ അതിജീവിതയ്ക്ക് ഒപ്പമാണ്, നീതി ലഭിച്ചില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. നീതിന്യായ കോടതിയെ തള്ളിപ്പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് എന്നും അദ്ദേഹം വിശദീകരിച്ചു. സർക്കാർ അപ്പീൽ പോകുന്നതിനെക്കുറിച്ചുള്ള വിമർശനത്തിൽ നിന്നും അദ്ദേഹം കളം മാറ്റി. ഇതൊരു കള്ളക്കളി മാത്രമാണെന്നും അപ്പീൽ പോയതിനു ശേഷം നടിക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും ടേൺ അടിച്ചു. ഈ നിലപാട് മാറ്റം കോൺഗ്രസിലെ ശക്തമായ ആഭ്യന്തര സമ്മർദ്ദത്തിന്റെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയപരമായ രക്ഷപ്പെടൽ തന്ത്രത്തിന്റെ ഫലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിൽ ഉടലെടുത്ത ആശയക്കുഴപ്പം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി മുതലെടുക്കാൻ അവസരം നൽകി. സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുമെന്നും അന്നും ഇന്നും എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിലപാടെന്നും പ്രഖ്യാപിച്ചു. അടൂർ പ്രകാശിന്റെ അഭിപ്രായം ശരിയാണോ എന്ന് ജനം
തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന്റെ പരാജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ആയുധമാക്കാൻ അവസരം ലഭിച്ചിട്ടും UDF കൺവീനർ അടൂർ പ്രകാശ് സ്വീകരിച്ച നിലപാട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ചോദ്യം ചെയ്തത്. ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ചുള്ള ആക്ഷേപം ശക്തമായി നിലനിൽക്കുമ്പോൾ ഈ വിഷയം സർക്കാരിനെതിരെ ശക്തമായി ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസിൽ വന്ന വീഴ്ച നേതാക്കൾക്കിടയിലെ ഐക്യമില്ലായ്മ കാരണമാണ്. അതിജീവിതയ്ക്ക് പിന്തുണ നൽകുന്ന പൊതുബോധത്തിന് വിരുദ്ധമായ വ്യക്തിപരമായ സൗഹൃദത്തെ അടിസ്ഥാനമാക്കിയുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും സ്ത്രീകളോടുള്ള അവരുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവുകയും ചെയ്തു. അടൂർ പ്രകാശിന്റെ യു-ടേൺ താൽക്കാലികമായി പ്രശ്നം ഒതുക്കി തീർക്കാൻ സഹായിച്ചെങ്കിലും ഈ വിഷയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ആഴത്തിലുള്ള വിള്ളലുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയായേക്കാം.